ശ്രീ ആദിപരാശക്തി ദേവി ക്ഷേത്രത്തിൽ നവരാത്രി മഹോത്സവം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. എടവനക്കാട് വാച്ചാക്കൽ ശ്രീ ആദിപരാശക്തി ദേവി ക്ഷേത്രത്തിൽ ഭക്തിപൂർവമായ നവരാത്രി മഹോത്സവങ്ങൾ നടന്നു. ബ്രഹ്മശ്രീ തന്ത്രി ഷിജി ശാന്തിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, നവകം, പഞ്ചഗവ്യം, ശുദ്ധികലശവും തുടങ്ങിയ കർമ്മങ്ങൾ വാദ്യമേളങ്ങളോടുകൂടി ദേവിക്ക് സമർപ്പിച്ചു. ആദിപരാശക്തി നമഃ. ഓം ശൈലപുത്രി ദേവി നമഃ. ഓം ബ്രഹ്മചാരിണി ദേവി നമഃ. ഓം ചന്ദ്രകണ്ഠാ ദേവി നമഃ. ഓം കുഷ്മാണ്ഡാ ദേവി നമഃ. ഓം സ്കന്ദമാതാ ദേവി നമഃ. ഓം കത്യായനി ദേവി നമഃ. ഓം മഹാകാളി ഗൗരി ദേവി നമഃ. ഓം മഹാഗൗരി ദേവി നമഃ. ഓം സിദ്ധിദാത്രി ദേവി നമഃ. ഓം ആദിപരാശക്തി ദേവി ക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് ഇന്ന് 29-ാം തീയതി കത്യായനി പൂജയാണ് നടക്കുന്നത്. ആ പൂജയോടനുബന്ധിച്ച് ദേവിക്ക് സമൃദ്ധിയായ കലശം, ഭക്തജനങ്ങൾക്ക് ഭക്തിയായ വഴിപാടുകൾ, ഐശ്വര്യപൂർണമായ തീരുമാനങ്ങൾ, അതോടനുബന്ധിച്ച് ഇന്ന് ഭക്തജനങ്ങളുടെ കലാകാരന്മാരായ കലാകാരികളുടെയും നൃത്താവിഷ്കാരം, അതുകൂടാതെ എല്ലാവർക്കും നിറസദ്യ, കൂടെ വൈകുന്നേരം ദീപാരാധന, കൂടാതെ നാളെ ഗണപതി ഹോമം, പിന്നെ പൂജകൾ, പൂജാവിധി പ്രകാരമുള്ള പൂജകൾ, വൈകുന്നേരം വി സദാനന്ദൻ എന്ന ഗാനഭൂഷൺ ഗായകനായിരുന്ന അദ്ദേഹം ക്ഷേത്രത്തോട് ബന്ധിപ്പിച്ചിട്ടുള്ള ആ ഗായകൻ്റെ സ്മരണാർത്ഥം ഗാനസന്ധ്യ. 1-ാം തീയതി സച്ചിൻ കൈതാരത്തെ അനുസ്മരിച്ചുകൊണ്ടുള്ള ഗാനസന്ധ്യ. 2-ാം തീയതി രാവിലെ 8 മണിക്ക് വിദ്യാരംഭം. അതോടനുബന്ധിച്ച് കുട്ടികൾക്കെല്ലാം പൂജ വെച്ച ബുക്കുകളെല്ലാം വിതരണം നടത്തുന്നു. അതോടനുബന്ധിച്ചുള്ള പൂജകൾ, കലശങ്ങൾ, ഘൃതങ്ങൾ, പിന്നെ വൈകുന്നേരം ദീപാരാധനയോടനുബന്ധിച്ച് ഒരു ഗാനസന്ധ്യ, ദേവിയുടെ ഗാനസൂത്ര സന്ധ്യകളും കൂടി പരിസമാപ്തിക്കുകയാണ്. വളപ്പ് സാന്ത്വനം മഹിളാ സമിതിയുടെ നേതൃത്വത്തിൽ വയോജനങ്ങളുടെയും സ്ത്രീകളുടെയും തിരുവാതിരകളും ഓണക്കളികളും നടന്നു. പിന്നാലെ വിഭവസമൃദ്ധമായ സദ്യയും ഒരുക്കിയിരുന്നു. വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം ഭക്തി സംഗീതവും കലാസന്ധ്യയും നിറഞ്ഞു നിന്നു. ആചാര്യ മനോഹരി അമ്മയുടെ മഹിഷാസുരമർദ്ദിനി പാരായണവും ദേവി മഹാത്മ്യ പാരായണവും ഭക്തിസാന്ദ്രമായി നടന്നു. ഗാനഭൂഷൺ PV സദാനന്ദൻ അനുസ്മരണ ഗാനസന്ധ്യയിൽ കലാകാരനും ഗിറ്റാറിസ്റ്റുമായ നാരായണൻകുട്ടി അയ്യമ്പിള്ളി ഉദ്ഘാടനം നിർവഹിച്ചു. സ്വാമി സാംബശിവാനന്ദ സരസ്വതി മഹാരാജ് അധ്യക്ഷത വഹിച്ചു. മൃദംഗവും പഠിക്കാനായിട്ട് ചേർന്നു. ആ കാലം മുതൽ വളരെ ആത്മാർത്ഥമായിട്ടുള്ള സുഹൃത്തുക്കളുമായിരുന്നു ഞങ്ങൾ. മകള് ശ്രീലക്ഷ്മിക്ക് അറിയാമായിരിക്കും. ഇപ്പോൾ അടുത്ത് അവരുടെ വീട്ടിൽ വന്നിരുന്നു എന്ന് പറഞ്ഞു. ശ്രീ ജയതൻ, ഒരു ആലുവ സുധാകരൻ, സദാനന്ദൻ, ഈ 3 വ്യക്തികളാണ് താമരംകുളങ്ങര അമ്പലത്തിൻ്റെ അടുത്തിട്ടുള്ള ഒരു മുറിയിലാണ് ഈ 3 പേരും ഒരുമിച്ചാണ് താമസിച്ചിരുന്നത്. അവിടെ നിന്ന് പിരിയുന്നത് വരെ ഈ 3 പേരും ഒറ്റക്കെട്ടായിട്ടായിരുന്നു. എവിടെ പോയാലും ഇവർ 3 പേരുണ്ടാവും. അങ്ങനെയായിരുന്നു. അതിനുശേഷം ഞങ്ങൾ കലാപഠനമൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ഞാനിവിടെ പ്രൊഫഷണൽ രംഗത്ത് ഇങ്ങനെ പ്രോഗ്രാമുകളും ഒക്കെ ആയിട്ട് നടന്നിരുന്ന അവസരത്തിൽ ഒരുപാട് പരിപാടികൾക്ക് മൃദംഗിസ്റ്റ് കൃഷ്ണകുമാർ, PK പ്രതാപൻ, ഗാനഭൂഷൺ VS സുധൻ മാസ്റ്റർ എന്നിവർ ആശംസകൾ നേർന്നു. കുട്ടികളുടെ ഭക്തിഗാന ആലാപനങ്ങളും പരിപാടിക്ക് ഭക്തി നിറം പകർന്നു. വിദ്യാരംഭ ചടങ്ങിൽ സ്വാമി സാംബശിവാനന്ദ സരസ്വതി മഹാരാജ് ചെറുകുട്ടികൾക്ക് ആദ്യക്ഷരം കുറിച്ച് ഹരിശ്രീ എഴുതി നൽകി. സമാപന ദിനത്തിൽ ദീപാരാധനയ്ക്ക് ശേഷം കൊച്ചിൻ സിംഫണി ഭക്തിഗാനസുധയോടെ നവരാത്രി മഹോത്സവം സമാപിച്ചു. ന്യൂസ് ഡെസ്ക് നാട്ടുവാർത്ത, എടവനക്കാട്.